നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ തലവൻ അൽ ബിലാൽ അൽ മിനുക്കിയെ വധിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സേനയും അതുപോലെ തന്നെ നൈജീരിയയുടെ സേനയും സംയുക്തമായി നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് അൽ മിനുക്കിയെ കൊലപ്പെടുത്തിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ പുറത്തുവിട്ടു. തൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്തിയത്. അൽ ബിലാൽ അൽ മിനുക്കി ഈ നൈജീരിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും വലിയ രീതിയിൽ ഭീതി പടർത്തിയിരുന്ന ഒരു ഭീകരനാണ്. ISIS എപ്പോഴും അമേരിക്ക എന്ന രാജ്യത്തെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ആഗോള ഭീകര സംഘടനകളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ സദാ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് പണിപ്പെടേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ഈ അബു ബിലാൽ അൽ മിനുക്കി. അൽ മിനുക്കി ഈ ISIS എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയുടെ രണ്ടാമത്തെ കമാൻഡാണ്. ദീർഘകാലം ആഫ്രിക്കയിൽ പോയി ഒളിച്ചിരുന്ന ഈ ഭീകരനെ അമേരിക്കൻ സൈന്യവും നൈജീരിയൻ സൈന്യവും സംയുക്തമായി വധിച്ചുവെന്നും ഇനി ഇയാൾ ആഫ്രിക്കക്കാരെയോ അല്ലെങ്കിൽ നൈജീരിയക്കാരെയോ അമേരിക്കക്കാരെയോ ഭയപ്പെടുത്തില്ല എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ആഫ്രിക്കയിൽ പോയി ഒളിച്ചിരുന്നാൽ അമേരിക്ക പിടികൂടില്ല എന്ന് അയാൾ വിചാരിച്ചു. എന്നാൽ നിരന്തരം അയാളെ ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. അയാൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉറവിടങ്ങൾ ആഫ്രിക്കയിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിലാണ് തക്കതായ സമയം കിട്ടിയപ്പോൾ അമേരിക്കയുടെയും അതുപോലെ തന്നെ നൈജീരിയയുടെയും സുരക്ഷാ ഏജൻസികൾ നടത്തിയ സംയുക്ത നീക്കത്തിൽ ഈ അൽ മിനുക്കിയെ ഇല്ലാതാക്കാൻ സാധിച്ചത്. ഇതോടുകൂടി ലോകത്തു നിന്നും ഒരു ഭീകരൻ കൂടി ഇല്ലാതാവുകയാണ് എന്ന സന്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് പങ്കുവച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് നൈജീരിയയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകത്ത് വലിയ ചർച്ചാ വിഷയമാണ്. നൈജീരിയയിൽ അവർ സത്യത്തിൽ വലിയ ഒരു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക, അവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ വധിക്കുക, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ നൈജീരിയയിൽ പ്രവർത്തിക്കുന്നത്. അതിക്രൂരമായ ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ കുറേ നാളായി നൈജീരിയയിൽ നടന്നു വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായും അവിടെയുള്ള ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. ഒരു പരിധിവരെ നൈജീരിയൻ സർക്കാരിന് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ രണ്ടാമത്തെ കമാൻഡായിട്ടുള്ള അൽ മിനുക്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഇത് വലിയ രീതിയിലുള്ള വംശഹത്യ നിരന്തരം അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ ഇടയാക്കി. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ ആളുകൾ കൂടുന്നിടത്ത് ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ രീതി. ആരാധനാലയങ്ങളിൽ വെച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും അതുപോലെ തന്നെ കുട്ടികളെയും ഇവർ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നു. നൈജീരിയയിൽ ഇനി ഒരു കാരണവശാലും കാഫിറുകൾ അവശേഷിക്കാൻ പാടില്ലെന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ നേരിടാനോ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇത്തരം ആക്രമണങ്ങളെ കൃത്യമായി അപലപിക്കാനോ നൈജീരിയൻ സർക്കാരിന് കഴിഞ്ഞില്ല. നൈജീരിയ ഭീകരാക്രമണ ഭീഷണിയിലാണെന്നും വലിയ ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നും അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് എന്നുമാണ് അവിടുത്തെ ഭരണാധികാരി ഈ വംശഹത്യ ആരോപണങ്ങളെ നേരിട്ടുകൊണ്ട് പ്രതികരിച്ചത്. എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് വിലയിരുത്തുകയായിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ, അവിടുത്തെ മതവിഭാഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ നൈജീരിയയിൽ നടപടി വേണ്ടി വരുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നൈജീരിയൻ സർക്കാർ അമേരിക്കൻ സേനയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ISനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നത്. എന്നാൽ പോലും വളരെ രഹസ്യമായി വിവരങ്ങൾ ചോരാതെ വേണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ. നൈജീരിയയിൽ നിന്നും നൈജീരിയൻ സർക്കാരിലെ ഒരു വിഭാഗത്തിൽ നിന്നുമെല്ലാം ഈ പറയുന്ന അൽ മിനുക്കിക്കും സംഘത്തിനും പിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അമേരിക്കൻ സേന നീങ്ങിയത്. ശക്തമായ നിരീക്ഷണം സൃഷ്ടിച്ചെടുക്കുക, അൽ മിനുക്കിയുടെ ആ പാളയത്തിൽ നിന്ന് തന്നെ കൃത്യമായ വിവരങ്ങൾ ചോർത്തിയെടുക്കുക, അതിനുശേഷം കൃത്യമായ ഒരു അവസരം വരുമ്പോൾ, നല്ലൊരവസരം വരുമ്പോൾ അൽ മിനുക്കിയെ വധിക്കുക എന്നതായിരുന്നു അമേരിക്കൻ സൈന്യത്തിൻ്റെ പദ്ധതി. ആ രാജ്യത്ത് കൊല്ലപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് നീതി ലഭിക്കണമെന്നാണ് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സേനാ നീക്കത്തിലാണ് ഇപ്പോൾ അൽ മിനുക്കി കൊല്ലപ്പെട്ടത്. ISനെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആ പ്രതിജ്ഞയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നൈജീരിയ
നൈജീരിയയിൽ ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത്. നൈജീരിയയിൽ ഇനി നേരെ സമാധാനത്തിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷ. തലവനെ നഷ്ടപ്പെട്ടതോടുകൂടി ISന്റെ ഓപ്പറേഷനുകൾ കുറയാം. ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നത് IS ഒരു ചെറിയ കാലത്തേക്കെങ്കിലും നിർത്തിവെക്കാം. നൈജീരിയയിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ മതസ്പർദ്ധ വളർത്തുകയും മത തീവ്രവാദം കുത്തുവെക്കുകയും ചെയ്തുകൊണ്ടാണ് IS നൈജീരിയയിൽ നിലയുറപ്പിച്ചത്. ആയിരക്കണക്കിന് യുവാക്കളെയാണ് ജിഹാദ് നടത്തുന്നതിന് വേണ്ടി IS നൈജീരിയയിൽ റിക്രൂട്ട് ചെയ്തത്. ഇവരുടെ സഹായത്തോടു കൂടിയാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതാകട്ടെ പ്രധാനമായും ക്രിസ്ത്യൻ സമൂഹവും. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ഈ സൈനിക നീക്കത്തോടുകൂടി ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നുവെന്ന് അമേരിക്കൻ ഭരണകൂടം കരുതുന്നു.